കണ്ണൂർ ജില്ലയിൽ UDF അധികാരത്തിൽ വരികയും പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിക്കുകയും ചെയ്താൽ സണ്ണി ജോസഫ് എന്തായാലും മന്ത്രിയാണ്. അതിൽ സംശയമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല സണ്ണി ജോസഫിൻ്റെ കാര്യത്തിൽ. അദ്ദേഹം ജയിച്ചാൽ അദ്ദേഹം മന്ത്രിയാണ്. അരമന്ത്രിയാവുമോ, മുക്കാമന്ത്രിയാവുമോ, ഒരു മന്ത്രിയാവുമോ എന്നൊക്കെയുള്ള കാര്യം സംശയത്തിൽ മാത്രമേ അവർക്ക് കൺഫ്യൂഷനുള്ളൂ. പക്ഷേ അതിനകത്ത് ചില വിവരങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. ആ വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ മന്ത്രിയുടെ പാനലിൽ ഉൾപ്പെടുത്തി ഗവർണർക്ക് ലിസ്റ്റ് കൊടുത്താൽ തന്നെ ആ ലിസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തന്ന ലിസ്റ്റിങ് തിരിച്ചു തരണം, ഞങ്ങൾ വേറെ ലിസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അവർ വേറെ ലിസ്റ്റ് കൊടുക്കേണ്ടി വരും. കാരണം അത്രയും വലിയ ആരോപണങ്ങളും വലിയ വിഷയങ്ങളും തെളിവുകൾ സഹിതം പുറത്തേക്ക് വരാനുണ്ട് എന്നുള്ളതാണ്. ഒന്നും പുള്ളിക്ക് ആകാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്ക് ക്യാബിനറ്റ് റാങ്ക് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിയമസഭയിൽ അവരെ ബ്ലോക്കിൽ പോയിട്ട് ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറാണെന്ന് പറഞ്ഞിരിക്കാം എന്നല്ലാതെ MLA എന്നുള്ള ബോർഡ് വെച്ചിട്ടുള്ള കാറിൽ മാത്രമേ ഈ പറഞ്ഞ രണ്ടുപേർക്കും യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് അടിവരയിട്ട് കൃത്യമായിട്ട് എന്താ പറയുന്ന സ്റ്റാമ്പ് ചെയ്ത് പറയാൻ പറ്റും ആ കാര്യം വളരെ കൃത്യമായിട്ട്. മഴകുളം അത് മന്ത്രിയാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ മഴകുളം അത് ഇത്ര കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷം MLA ആയാൽ തന്നെ ഭാഗ്യമായിട്ട് തന്നെ കണക്കിലെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ CP ജോണിന് ഏത് വകുപ്പ് കൊടുക്കുമെന്ന് വെച്ചാൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള വകുപ്പ് ധനകാര്യ വകുപ്പാണ്. പക്ഷേ KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ ധനകാര്യ വകുപ്പ് സതീഷിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ CP ജോണിന് കൊടുക്കണോ സതീഷിന് കൊടുക്കണോ എന്നുള്ള വലിയൊരു വിഷയമാവും. UDF വന്നാൽ എന്തായാലും മന്ത്രിയാവും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമായിരുന്ന ഒരു ഏകാംഗ ഘടകകക്ഷിയുടെ പ്രതിനിധിയും അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഘടകകക്ഷിയുടെ പ്രതിനിധിയും അവരുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറാകാൻ പോകുന്ന ആളും മന്ത്രിസഭയിൽ ഉണ്ടാവില്ല എന്ന് ഈ നിമിഷത്തിൽ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. രാജമേ നമസ്കാരം. നമസ്കാരം. രാജമേ, നമ്മൾ ചർച്ച ചെയ്യുന്നത് UDF അധികാരത്തിൽ വന്നാൽ മാത്രം ഉള്ള സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന സമയത്ത് UDF അധികാരത്തിൽ വന്നാൽ മന്ത്രി ആകാൻ സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയായിരിക്കുമെന്ന് നമുക്ക് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഉള്ള ഒരു ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. UDF അധികാരത്തിൽ വന്നാലേ UDFിൻ്റെ MLA-മാർക്ക് മന്ത്രിമാരാകാൻ പറ്റുള്ളൂ എന്നുള്ള കാലം മാറണമെങ്കിൽ അപ്പോൾ അങ്ങനെ വസ്തുതയുണ്ട്. UDFിൻ്റെ ഒരു അധികാര സാധ്യതയെ ഇപ്പോഴും ഞാൻ തള്ളിക്കളയുന്നില്ല. ആ വിഷയത്തെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്പോഴും ചെറിയൊരു എഡ്ജ് അവർക്ക് കാണുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട്, ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെയും ഞാൻ ഒരു മറിച്ചുള്ള സാധ്യതയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതിനകത്ത് എതിരഭിപ്രായം ഉണ്ട്, എതിരഭിപ്രായം ഉണ്ടാവും. പക്ഷേ എന്നാൽ തന്നെയും എൻ്റേതായിട്ടുള്ള നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടതു മുന്നണി ഇത്ര കോൺഫിഡൻസ് പറയുമ്പോൾ പോലും എനിക്ക് എന്നാലോ UDF പറയുന്ന പോലെ ഈ 100-ൽ പരം എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വലിയ സുനാമി അടിക്കണം. അങ്ങനെയാണെങ്കിലേ നടക്കുകയുള്ളൂ. മഞ്ചേശ്വരത്ത് കാസർഗോഡ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് 5 സീറ്റുള്ളതിൽ 2 സീറ്റിന് തന്നെയാണ് ഇപ്പോഴും UDFന് ഉറപ്പ് പറയാൻ പറ്റുന്ന സീറ്റ് എന്നുള്ളിടത്ത് നിൽക്കുന്നത്. അതിൽ മഞ്ചേശ്വരത്ത് ടൈറ്റ് ഫൈറ്റ് ഉണ്ടായിരുന്നു സുരേന്ദ്രനുമായിട്ട് എന്നൊക്കെ പറയുമ്പോഴും ഇത്തവണ SDPI സ്ഥാനാർത്ഥി പിൻവലിക്കപ്പെടുകയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ AK അഷ്റഫ് പ്രത്യേകിച്ചും ദോഷങ്ങളൊന്നും പറയാനില്ലാത്ത ഒരാളാണ്. അപ്പോൾ AK അഷ്റഫ് ജയിച്ചു വരികയാണെങ്കിൽ AK അഷ്റഫ് മന്ത്രിയാവും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ UDF അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിലവിലുള്ള ഈ 2 സീറ്റിന് പുറമെ വേറെയും സീറ്റുകൾ പിടിക്കണം. തൃക്കരിപ്പൂർ സന്ദീപ് വാര്യരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ജയിക്കണം. ഉദുമ്പ നോക്കേണ്ടത്. പക്ഷേ തൃക്കരിപ്പൂർ VPP മുസ്തഫയാണ് അവിടെ നിൽക്കുന്നത് സ്ഥാനാർത്ഥി. VPP മുസ്തഫ കഴിഞ്ഞ 2 വർഷമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. MP രാജേഷിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് തന്നെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ്. കാരണം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്ലേസ് ചെയ്യാൻ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പം എന്തായിരുന്നാലും UDF അധികാരത്തിൽ വന്നാൽ സാധാരണഗതിയിൽ മലപ്പുറം ജില്ലയിൽ നിന്നാണ് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് പകരം AK അഷ്റഫ് മഞ്ചേശ്വരത്ത് ജയിക്കുകയും UDF അധികാരത്തിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ അഷ്റഫ് മന്ത്രിയാവും എന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടാം. അടുത്ത കണ്ണൂർ ജില്ലയിലേക്ക് എത്തുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ UDF അധികാരത്തിൽ വരികയും പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിക്കുകയും ചെയ്താൽ സണ്ണി ജോസഫ് എന്തായാലും മന്ത്രിയാണ്. അതിൽ സംശയമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല സണ്ണി ജോസഫിൻ്റെ കാര്യത്തിൽ. പക്ഷേ അവിടെ നിന്ന് അടുത്തൊരു മന്ത്രി വരുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇനി അടുത്തൊരു മന്ത്രി വരാൻ സാധ്യതയുമില്ല. അവിടെ നിന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് അടുത്തൊരു മന്ത്രി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന സ്ഥിതി ഉണ്ടെന്നുണ്ടെങ്കിൽ KC വേണുഗോപാൽ ഇരിക്കൂരിൽ നിന്ന് സജീവ് ജോസഫിനെ രാജിവെപ്പിച്ച് അവിടെ നിന്ന് വരും. അപ്പോൾ ജില്ലയ്ക്ക് 2 പ്രാതിനിധ്യം ഉണ്ടാവുന്നേ ഉള്ളൂ. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയില്ലെങ്കിലും KC വേണുഗോപാലിന് വേണ്ടപ്പെട്ട ആളെന്നുള്ള രീതിയിൽ സജീവ് ജോസഫിനെ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം കണ്ണൂർ ജില്ലയിൽ നിന്ന് ആകെ 2 മന്ത്രിമാർ വരികയും 2 പേരും കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള 2 മണ്ഡലങ്ങളിൽ നിന്നുള്ള 2 ക്രിസ്ത്യാനികളാവുകയും ചെയ്യുന്നതിനകത്തുള്ള ചെറിയ അനൗചിത്യങ്ങളുണ്ടാവും. അവർ ഈ കമ്മ്യൂണൽ ബാലൻസ് ഒക്കെ നോക്കുന്നതാണല്ലോ. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് മന്ത്രിയായിട്ട് വരാനുള്ളത് ഇദ്ദേഹം തന്നെ ഉള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ സ്ഥിതി. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുകയായിരുന്നെങ്കിൽ കെ സുധാകരൻ മന്ത്രിസഭ വരുത്തുമായിരുന്നു. അപ്പം അവിടെ നിന്ന് സണ്ണി ജോസഫ്. അടുത്ത് കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ വടകരയിൽ നിന്ന്
RMPയുടെ KK രമ മന്ത്രിയാവാൻ യോഗ്യയുമാണ്. ഇത്തവണ കൂടി വടകരയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ മന്ത്രി ആവേണ്ട ഒരാൾ തന്നെയാണ് KK രമ. വളരെ മാന്യമായി തന്നെയാണ് സഭയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്. പറയും ഒരു പകയോട് കൂടിയിട്ടൊന്നും CPMൻ്റെ ആളുകളോട് പോലും പെരുമാറുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പറയുമ്പോൾ ഏറ്റവും വലിയ ആ സ്ഥാനത്ത് ഞാനോ CPI ഒക്കെ ആണെങ്കിൽ അങ്ങേറ്റം പകയോട് കൂടി തന്നെ കാണുകയുള്ളൂ കിട്ടുന്ന അവസരങ്ങളിൽ. മാന്യമായി തന്നെയാണ് അവർ പാർലമെൻ്ററി പൊളിറ്റിക്സിൽ ഇടപെടുന്നത്. KK രമ അവിടെ നിന്ന് മന്ത്രിയാവും എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് പിന്നീട് അങ്ങനെ വരാൻ പറ്റുന്ന ആളുകൾ ഇല്ല എന്നുള്ളതാണ്. PK ഫിറോസ് ഇവിടെ മത്സരിക്കുന്നുണ്ട് കൊടുവള്ളിയിൽ. പക്ഷേ PK ഫിറോസ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. KM ഷാജി ഉണ്ട്. ഇപ്പോൾ KM ഷാജി കോഴിക്കോട് ജില്ലയിൽ നിന്നല്ല, മലപ്പുറം. അപ്പം പിന്നെ അതേസമയം ഇപ്പോൾ കൊടുവള്ളിയിൽ വേറൊരാളായിരുന്നെങ്കിൽ സീനിയർ ആളായിരുന്നെങ്കിലും ഓക്കെ. പിന്നീട് അവിടെ നിന്ന് സീനിയർ ആയിട്ടുള്ള ആൾക്കാരില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ MK രാഘവൻ നിയമസഭയ്ക്ക് മത്സരിച്ചിരുന്നെങ്കിൽ ഉറപ്പ്. ഇപ്പോൾ ഇനി പ്രവീൺ കുമാർ ജയിച്ചു വന്നാലും മന്ത്രിയാവാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രവീൺ കുമാറിന്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ജയന്ത് മത്സരിച്ച് വിജയിച്ചാലും പക്ഷേ കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു പ്രാതിനിധ്യം കിട്ടുക എന്നുള്ളത് KK രമയിലൂടെ സാധ്യമാവുന്ന സ്ഥിതിക്ക് ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും. പിന്നെ കോഴിക്കോട് ജില്ലക്കാരനായിട്ടുള്ള സിദ്ദിഖ് തൊട്ടപ്പുറത്തുണ്ട്, വയനാട്ടിലുണ്ട്. വയനാട്ടിൽ നിന്ന് IC ബാലകൃഷ്ണനും ഇനിയൊരു തവണ മത്സരിച്ച് വിജയിച്ച് കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരാളായിട്ട് മാറും. അങ്ങനെയുണ്ട് സുൽത്താൻ ബത്തേരിയിൽ. അതേപോലെ തന്നെ പിന്നെ കൽപ്പറ്റയിൽ നിന്ന് സിദ്ദിഖ് മത്സരിച്ച് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ സിദ്ദിഖ് മന്ത്രി തന്നെയായിട്ട് വരാനുള്ള സാധ്യതയാണ് നമ്മൾ അവിടെ നിന്ന് കാണേണ്ടത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മുസ്ലിം ലീഗ് ആരെങ്കിലും ആക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഫിറോസിന് നറുക്ക് വിടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് മലപ്പുറം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ സാധ്യത കാണേണ്ടുന്ന ഒരാൾ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മുസ്ലിം ലീഗ് കൂടുതൽ മന്ത്രിമാരെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതേപോലെ 5ാം മന്ത്രി ആവശ്യപ്പെടുകയാണെങ്കിൽ ആര്യട ഷൗക്കത്തിന് സാധ്യതയില്ല. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ആര്യട ഷൗക്കത്തും സിദ്ദിഖും രണ്ടുപേരും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മന്ത്രിമാരാവാനുള്ള സാധ്യത നമുക്ക് കാണാം. പിന്നീട് മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ കൂടുതൽ മന്ത്രിമാരെ വരേണ്ടത്. PK കുഞ്ഞാലിക്കുട്ടി എന്തായാലും മന്ത്രിയാണ്. അതിന് ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാവുമോ എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ ബാക്കിയുള്ളൂ. കാരണം ഇല്ലെങ്കിൽ വ്യവസായ വകുപ്പ് മന്ത്രിയാണ്, അതിൽ സംശയമൊന്നുമില്ല പുള്ളി. അപ്പോൾ അതേപോലെ തന്നെ KM ഷാജി മന്ത്രിസ്ഥാനത്തേക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് KM ഷാജി പരിഗണിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടുന്ന് അടുത്ത മന്ത്രി ആര് വരും എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. കാരണം പിന്നെ PK ബഷീർ 4ാമത്തെ ടൈമാണ് MLA ആവുന്നത്. PK ബഷീർ സീതിയാജിയുടെ മകനാണ്. PK ബഷീറിന് താല്പര്യം ഉണ്ടാവും. പക്ഷേ മന്ത്രിയായിരുന്ന ഈ കോമഡി പറയാൻ പറ്റത്തില്ല. മറ്റേന്ന് സഭയിലിരുന്ന് കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ചിരിക്കാനുള്ള വകയില്ലാതാവും. മന്ത്രിയാകുമ്പോൾ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാനായിരിക്കും വേണ്ടി വരുന്നത്. അപ്പോഴും പക്ഷേ അപ്പോൾ ഈ ചിരിപ്പിക്കൽ നടക്കത്തില്ല. മറ്റേത് കിട്ടുന്ന സമയം മൊത്തം ചിരിപ്പിച്ചുകൊണ്ടിരിക്കാം. ഇത് ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞാൽ മൊത്തം ചിരിപ്പിക്കുന്ന ചോദ്യം ചോദിപ്പിക്കാം. മറ്റേത് ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുമ്പോൾ അതിൻ്റെ ആ ഡാറ്റ വെച്ച് പറയുകയും വേണം. അതിൻ്റെ കൂട്ടത്തിൽ ചിരിപ്പിക്കാനും കൂടെ ഉള്ള സമയം കിട്ടത്തില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതിന് മറുപടി പറയുന്നതിന് സമയപരിമിതിയൊക്കെ ഉണ്ടല്ലോ നിയമസഭയ്ക്കകത്ത്. പിന്നെ അവിടെ നിന്ന് അപ്പോൾ കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്ന് ഉറപ്പാണ്. KM ഷാജി അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുമ്പോൾ മന്ത്രിയാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ മഞ്ഞളാംകുഴി അലി എന്തായാലും മന്ത്രിസ്ഥാനത്തിൽ കുറഞ്ഞതൊന്നും ഡിമാൻഡ് ചെയ്യത്തില്ല. കാരണം മഞ്ഞളാംകുഴി അലി അങ്ങനത്തെ ധാരണയുടെ പുറത്താണ് ലീഗിലേക്ക് പോയിട്ടുള്ളത് തന്നെ. 2011 LDF നിന്ന് UDF പോയിട്ട് സ്ഥാനാർത്ഥിയാകുമ്പോൾ അദ്ദേഹം 2 മണ്ഡലമാണ് പിടിച്ചു കൊടുക്കുന്നത്, മങ്കടയും പെരുന്തൽമണ്ണയും. അപ്പം രണ്ടിടത്ത് നിന്നാലും അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുന്ന സ്ഥിതിയുള്ള ഒരു രീതിയിൽ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് ജയിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കേണ്ടി വരും എന്നുള്ളൊരു സ്ഥിതിയുണ്ട്. അവിടെ നിന്ന് പാലക്കാട് ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാലും മുസ്ലിം ലീഗിനകത്ത് ഷംസുദ്ദീൻ മണ്ണാർക്കാട് നിന്ന് 4ാമത്തെ ടൈമാണ്. ഷംസുദ്ദീൻ ഇത്തവണ ഭൂരിപക്ഷം കുറയും. കാരണം മൊത്തത്തിൽ എങ്ങനെ UDF അനുകൂല തരംഗമുണ്ടെങ്കിലും ഷംസുദ്ദീന് കിട്ടിയിരുന്ന ഭൂരിപക്ഷത്തിൽ വലിയ കുറവ് വരും. പറയുമ്പോൾ 2016 ഷംസുദ്ദീനെ തോൽപ്പിക്കാൻ വേണ്ടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പരസ്യമായിട്ട് ആഹ്വാനം ചെയ്തപ്പോഴും ഷംസുദ്ദീൻ്റെ ഭൂരിപക്ഷം കൂടിയതാണ്. പക്ഷേ ഇത്തവണ ഷംസുദ്ദീനെതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥി വളരെ സ്വീകാര്യനാണ്. കഴിഞ്ഞ കുറച്ച് പ്രാവശ്യങ്ങളായിട്ട് സുരേഷ് രാജായിരുന്നു സ്ഥാനാർത്ഥി. അതേസമയം ജോസ് ബേബി നിന്നിരുന്നെങ്കിൽ മുമ്പ് തന്നെ വേണമെങ്കിൽ അട്ടിമറിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമായിരുന്നു വീണ്ടും നിന്നിരുന്നെങ്കിൽ, പഴയ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പോൾ ഷംസുദ്ദീൻ പാലക്കാട്, അതായത് ലീഗിന് കിട്ടുന്ന മന്ത്രിസ്ഥാനം ലീഗ് മലപ്പുറം ജില്ലയിലേക്ക് കേന്ദ്രീകരിക്കാതെ പിന്നെ അവർക്കിനിപ്പോൾ 5 മന്ത്രി ഉണ്ടെങ്കിൽ 3 മലപ്പുറം ജില്ലയിൽ നിന്നും 1 പാലക്കാട് നിന്നും 1 കാസർഗോഡ് നിന്നുമായിട്ട് കൊടുക്കാനാണ് സാധ്യത. ചിലപ്പോൾ കോഴിക്കോടിനൊന്ന് കൊടുത്തിട്ട് പാലക്കാട് നിന്ന് ഉള്ളത് വെട്ടിയെന്ന് വരും. പിന്നെ പാലക്കാട് ജില്ലയിൽ നിന്ന് മന്ത്രിമാരാവാൻ സാധ്യതയുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാനുള്ള ആളുകൾ വേണ്ടേ? അവരുടെ പ്രശ്നമുണ്ട് കോൺഗ്രസ്സിന് ജയിക്കുന്ന ആളുകളിൽ തന്നെ സീനിയർ ആൾക്കാർ വേണ്ട. ഇപ്പോൾ സുമേഷ് ചിറ്റൂരിൽ നിന്ന് ജയിച്ചു എന്ന് കൂട്ടിക്കോ. സുമേഷിനെ ഇപ്പം മന്ത്രിയായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല, അതിന് മാത്രം ആയിട്ടില്ല. അച്ചുവേട്ടൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞിട്ടും അതിനായിട്ടില്ല. പാലക്കാട് ജില്ലയുടെ ഒരു മന്ത്രി പ്രാതിനിധ്യം ഷംസുദ്ദീനാക്കി കഴിഞ്ഞാൽ ഒരു മന്ത്രി അവിടെ നിന്നായി എന്നുള്ളതല്ലാതെ അടുത്ത ഒരാളെ മന്ത്രിയാക്കാൻ പറ്റുന്ന തലയെടുപ്പുള്ള ആളുകൾ അവിടെ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ശ്രീകണ്ഠനും ഷാഫിയും ഉൾപ്പെടെയുള്ളവർ തുളസിയെ മന്ത്രിയാക്കണമെന്ന ഡിമാൻഡ് മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. തുളസി ജയിച്ചാൽ. പക്ഷേ കോങ്ങാട് ജയിക്കാൻ പോകുന്നില്ല, കോങ്ങാട് ജയിക്കത്തില്ല. പിന്നെ ഇനിയിപ്പോൾ എന്ത് വലിയ സുനാമി ഉണ്ടെങ്കിലും അവിടെ ഇടതുമുന്നണി തന്നെ ജയിക്കാനാണ് സാധ്യതയുള്ളത്. അവിടെ നിന്ന് തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയ്ക്കകത്ത്
ആരെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് പറയാൻ പറ്റുന്ന ആളുകൾ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയോറിറ്റി വെച്ചിട്ട് വിജയിച്ചാൽ ടി എൻ പ്രതാപന് ക്ലെയിം ചെയ്യാവുന്നതാണ്. കാരണം മുമ്പ് നിയമസഭാ അംഗമായിരുന്നു, പിന്നെ പാർലമെൻറ്റ് അംഗമായിരുന്നു, ഒക്കെ ആയിരുന്നു. ടി എൻ പ്രതാപന് തന്നെയാണ് പ്രഥമ പരിഗണന ലഭിക്കുക. ടി എൻ പ്രതാപന് പരിഗണന ഏതെങ്കിലും സാമുദായിക സമവാക്യങ്ങൾ നോക്കിയിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ പരിഗണിക്കാൻ പറ്റുന്നത് ചാലക്കുടിയിൽ നിന്ന് ജയിച്ചാൽ സജീവ് ജോസഫിനെയാണ്. പക്ഷേ ചാലക്കുടി പക്ഷേ രാജൻ പള്ളന് കുറച്ച് സീനിയർ ആയിട്ടുള്ളൊരു നേതാവാണ് അവിടെ തൃശ്ശൂർ മത്സരിക്കുന്നത്. രാജൻ പള്ളന്റെ സാധ്യതകൾ നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. അദ്ദേഹം പിന്നെ സംഘടനാ രാഷ്ട്രീയത്തിനും മേയറാണ്, മുൻ മേയറാണ്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രതാപനും രാജൻ പള്ളനും തന്നെയാണ് അപ്പം പരിഗണന വരിക എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. കാരണം അല്ലാതെ തന്നെ ക്രിസ്ത്യൻ ആൾക്കാർ വേറെ പരിഗണിക്കപ്പെടാൻ ഇപ്പുറത്ത് നിൽക്കുന്നു. രാജൻ പള്ളൻ ഉറപ്പായിട്ട് ജയിക്കും തൃശ്ശൂർ, സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം രാജൻ പള്ളൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും തൃശ്ശൂർ ശക്തമായ രീതിയിൽ മത്സരം ഉണ്ടായി. പിന്നെ അവർക്ക് കഴിഞ്ഞ തവണ പിടിക്കാൻ പറ്റാതാണ് പത്മജ വേണുഗോപാലിനെ നിർത്തിയിട്ട് ഇത്തവണ പത്മജ വേണുഗോപാൽ അവരുടെ പേഴ്സണൽ വോട്ടും ഉണ്ട്, അതിനോടൊപ്പം BJPയുടെ വോട്ടും കൂടെ കൂടിയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരെ അട്ടിമറിച്ച് ചിലപ്പോൾ അവിടെ CPIയുടെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോകാനും കൂടി സാധ്യതയുണ്ട്. കാരണം CPIയുടെ സിറ്റിംഗ് സീറ്റാണ്. CPMന്റെ വിലയിരുത്തലും അങ്ങനെ. അതെ, CPIയുടെ വിലയിരുത്തലും അങ്ങനെ തന്നെ. കാരണം ആലങ്കോട് ലീലാകൃഷ്ണനെ പിന്നെ അവിടെ കൊണ്ടുപോയി നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ബന്ധവുമില്ല. പുള്ളിക്ക് പാർലമെൻ്ററി പൊളിറ്റിക്സ് പറ്റിയ ആളുമല്ല. അത് ഇവരുടെ CPI നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോയി നിർത്തിയതാണ്. അപ്പം അതേസമയം അവിടെ BS സുനിൽകുമാറിനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ജയിച്ചു പോകാമായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെയാണെങ്കിൽ രാജൻ പിന്നെ അവിടെ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹവും മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ടി എൻ പ്രതാപനും പരിഗണിക്കപ്പെടും എന്നുള്ളതുകൊണ്ട്. എറണാകുളം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയ്ക്കകത്ത് VD സതീശൻ ഒന്ന്, നമുക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ഒന്ന് VD സതീശൻ. രണ്ടാമത്തെ ആളുകളെ പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേമെങ്കിലും അനൂപ് ജേക്കബിന് പുറത്തുനിന്ന് മത്സരിച്ച് ജയിച്ചാൽ ഏകകക്ഷിയാണെന്ന് പറഞ്ഞാൽ ഒറ്റ അംഗമേ ഉള്ളെന്ന് പറഞ്ഞാലും മുമ്പും മന്ത്രി ആയിരുന്നതാണ്, TM ജേക്കബിൻ്റെ മകനാണ്, കോൺഗ്രസ് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല, UDFൻ്റെ ഭാഗമായിട്ട് എല്ലാ കാലത്തും ഉറച്ചു നിൽക്കുന്നതാണ്. പിറവത്ത് നിന്ന് വീണ്ടും മത്സരിച്ച് വിജയിക്കുമ്പം അനൂപ് ജേക്കബിനെ എന്തായാലും മന്ത്രി ആക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാവും അനൂപ് ജേക്കബിനെ. അപ്പോൾ പ്രത്യേകിച്ച് ജാക്കബൈറ്റ് പിന്നെ സമുദായത്തിൽപ്പെട്ടതാണ്. ജാക്കബൈറ്റ് സമുദായം അല്ലെങ്കിൽ തന്നെ പ്രതിഷേധം ഉണ്ട് അവർക്ക്. കാരണം ഇപ്പുറത്ത് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുക്കാതിരുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അനൂപ് ജേക്കബിനെ എന്തായാലും പരിഗണിക്കേണ്ടി വരും. അതിന് പുറമെ പിന്നെ പരിഗണിക്കപ്പെടുക ആരാണ് എന്നുള്ള ചോദ്യമുണ്ട്. പലരും റോജി എം ജോണിൻ്റെ പേര് പറയുന്നു, മാത്യു കുഴൽനാടിൻ്റെ പേര് പറയുന്നു. പക്ഷേ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും ഒരടിച്ച് കൂടുതൽ ഞാൻ മാത്യു കുഴൽനാടിനെ പിന്നെയും കാണുന്നത് അവിടെ. ബാക്കി വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് വരുന്നവരിൽ ഭൂരിപക്ഷവും ചില പുതിയ ആൾക്കാരൊക്കെയാണ് വരുന്നത്. പിന്നെ അൻവർ സാദത്തും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല അൻവർ സാദത്തിനെ സംബന്ധിച്ചിടത്തോളം. ബാക്കി പിന്നെ കോതമംഗലത്ത് നിന്നുള്ളത് ഇനി അവർ UDF ജയിച്ചാൽ തന്നെ ഷിബു തെക്കുംപുറാണ്. പുള്ളി മന്ത്രിയാവാനൊന്നും ആയിട്ടില്ല, കാരണം MLA ആയിട്ടിരിക്കുകയുള്ളൂ. കാരണം അതും അവരുടെ പാർട്ടിക്കകത്ത് അധികം മന്ത്രിസ്ഥാനം കിട്ടാനുമില്ല ജോസഫ് ഗ്രൂപ്പിന്. ഒന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണം, ഏറിയ രണ്ടെണ്ണം. അവർക്ക് 7 സീറ്റ് മത്സരിക്കാൻ കൊടുത്തതിൽ 5 സീറ്റ് ജയിക്കുകയാണെങ്കിൽ 2 മന്ത്രിസ്ഥാനം അവർക്ക് ചോദിക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു മന്ത്രിയും ഒരു ഡെപ്യൂട്ടി സ്പീക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും, ഒരു ക്യാബിനറ്റ് റാങ്ക് കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. അപ്പം അതിനപ്പുറത്തേക്ക് അവിടെ നിന്ന് വേറൊരാളെ നമുക്ക് കാണാൻ ഉള്ളത് പിന്നീട് ഉമാ തോമസാണ്. ഉമാ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ഇപ്പോൾ നേരത്തെ KK രമയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏറെ സാധ്യതയുള്ളൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും PT തോമസ് കേരളത്തിൻ്റെ മന്ത്രിയാവേണ്ടതൊക്കെ ആയിരുന്നു, ആയിട്ടില്ല. MP സ്ഥാനം ഒരു സമയത്ത് ത്യജിക്കേണ്ടി വന്നതാണ്. PT തോമസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ PT തോമസ് മന്ത്രിയാവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഉള്ള സമയത്ത് ഉമാ തോമസിന് പരിഗണന കൊടുക്കാൻ സാധ്യതയുണ്ട്. ഉമാ തോമസ് ഇത്തവണയും കൂടെ ജയിക്കുമ്പം, പ്രത്യേകിച്ചും തൃക്കാക്കര പോലെയുള്ള മണ്ഡലത്തിൽ നിന്ന് അങ്ങനെ വരുമ്പം ഉമാ തോമസിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ വനിതാ പ്രാതിനിധ്യം അപ്പം തന്നെ പരിഗണനയിൽ 2 പേരായി. പക്ഷേ അപ്പുറത്ത് ഷാനിമോൾ ഉസ്മാൻ അതിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഉമാ തോമസിൻ്റെ സാധ്യതയ്ക്കും മങ്ങലേൽക്കും. കാരണം ഷാനിമോൾ ഉസ്മാൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഒരുപാട് സീനിയോറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഷാനിമോൾ ഉസ്മാൻ ഷാനിമോൾ ഉസ്മാനും ഉമാ തോമസിനൊക്കെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഒരേ പിന്നെ കാലയളവ് തന്നെ കിട്ടിയിട്ടുള്ളൂ. ഷാനിമോൾ ഉസ്മാനും അന്ന് അല്ല, ബൈ ഇലക്ഷനിലാണ് ഞാൻ പറഞ്ഞത്. പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ, സംഘടനാ രാഷ്ട്രീയത്തിൽ പക്ഷേ എഴുതിത്തള്ളാൻ പറ്റാത്തൊരു വ്യക്തിയാണ് പാർട്ടിക്കകത്ത്. പിന്നെ പല ഘട്ടങ്ങളിലും അവർക്ക് പല രീതിയിൽ നിന്ന് മാറേണ്ടി വന്നിട്ടുണ്ട്. ആലപ്പുഴ ലോക്സഭയിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് മാറി, പിന്നെ അരൂർ നിന്നിട്ട് ഒരു തവണ ജയിച്ചു, പിന്നത്തെ തവണ തോറ്റുപോയി ദലീമ പിന്നെ മത്സരിച്ച് വിജയിച്ചപ്പം. അപ്പോൾ അങ്ങനെ എറണാകുളം ജില്ലയ്ക്കകത്ത് ഉമാ തോമസിന് സാധ്യത നമുക്ക് കാണാം. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മാത്യു കുഴൽനാടിന് ഒരു സാധ്യത നമുക്ക് കാണാം. VD സതീശൻ എന്തായാലും 100% ഉറപ്പിച്ച കാര്യമാണ്. അത് CM ആവുമോ മറ്റേതാവുമോ എന്നൊക്കെ ഉള്ളത് പിന്നത്തെ കാര്യം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തായാലും മന്ത്രിയാക്കാതിരിക്കാൻ പറ്റത്തില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തായാലും മന്ത്രിയാണ്. പക്ഷേ കോട്ടയം ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാരുടെ ഭാവി തുലാസിലാണ്. കാരണം ഒന്ന് ഏകാംഗ ഘടകകക്ഷിയുണ്ട്. പുള്ളി മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ, ആളുടെ പേരിപ്പോൾ ഞാൻ പറയുന്നില്ല, അതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ദിവസം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് കൊണ്ട്
ആളുടെ പേര് ഇപ്പോൾ പറയുന്നില്ല. അദ്ദേഹം ജയിച്ചാൽ അദ്ദേഹം മന്ത്രിയാണ്, അരമന്ത്രിയാവുമോ മുക്കാമന്ത്രിയാവുമോ ഒരു മന്ത്രിയാവുമോ എന്നൊക്കെയുള്ള കാര്യം സംശയത്തിൽ മാത്രമേ അവർക്ക് കൺഫ്യൂഷനുള്ളൂ. പക്ഷേ അതിനകത്ത് ചില വിവരങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. ആ വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ മന്ത്രിയുടെ പാനലിൽ ഉൾപ്പെടുത്തി ഗവർണർക്ക് ലിസ്റ്റ് കൊടുത്താൽ തന്നെ ആ ലിസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തന്ന ലിസ്റ്റിങ് തിരിച്ചു തരണം, ഞങ്ങൾ വേറെ ലിസ്റ്റ് തരാമെന്നും പറഞ്ഞിട്ട് അവർ പിന്നെ വേറെ ലിസ്റ്റ് കൊടുക്കേണ്ടി വരും. കാരണം അത്രയും വലിയ പിന്നെ ആരോപണങ്ങളും വലിയ വിഷയങ്ങളും തെളിവുകൾ സഹിതം പുറത്തേക്ക് വരാനുണ്ട് എന്നുള്ളതാണ്. അപ്പം ഒറ്റകക്ഷി MLA ആണ്, പിന്നെ പുള്ളിയുടെ പാർട്ടിക്ക് വേറെ ആരെയും നിർത്താനും ഇല്ല. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ജയസാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും അദ്ദേഹം മന്ത്രി ആകാൻ പോകുന്നില്ല എന്നുള്ളത്, മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് നിൽക്കുന്ന ആളാണ്, പക്ഷേ ആ മന്ത്രി ആകാൻ പോകുന്നില്ല എന്നുള്ളത് കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് ഉറപ്പുവരുത്താവുന്നതാണ്. പക്ഷേ അദ്ദേഹം പോകുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മാത്രമല്ല പോകുന്നത്, തൊട്ടപ്പുറത്ത് ഉള്ള മണ്ഡലത്തിൽ തന്നെ ഇവരുടെ ഘടകകക്ഷിയിൽപ്പെട്ട പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, മുമ്പ് മന്ത്രിയായിരുന്ന ആൾ, ആ ആളുടെയും പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഇതൊക്കെ പരസ്പര ബന്ധിതമായ ചില വിഷയങ്ങളായതുകൊണ്ട് തന്നെ പേര് പറയുന്നില്ല. കാരണം അതൊരു വിഷയമായിട്ട് സബ്ജക്റ്റായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളതാണ്. അത് ഒരു എക്സ്ക്ലൂസീവ് സാധനം അതിനകത്ത് നമുക്ക് പുറത്തോട്ട് വിടാനുള്ളതാണ്. അതെ, അത് പിന്നെ ആ രണ്ടുപേരും മന്ത്രിസ്ഥാനത്തു നിന്ന് വെട്ടി മാറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനീ പറഞ്ഞ ഏകകക്ഷിയുടെ പ്രതിനിധിയായിട്ട് വരുന്ന ആളും മറ്റേത് കുറച്ചുകൂടി MLA-മാരൊക്കെ കൂടെ വരാനുള്ള ഒരാളുമാണ്. അവരുടെ പിന്നെ പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡറും ആയിരിക്കും ആ വ്യക്തി. അത് പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡറായിട്ടിരിക്കാം, പക്ഷേ പാർട്ടിയിലെ അടുത്ത ആളെ പിടിച്ചിട്ട് മന്ത്രിയാക്കേണ്ടി വരും മന്ത്രിസ്ഥാനം. ഒരു മന്ത്രിയാണെങ്കിലും ഇനി എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിലും ചീഫ് വിപ്പ് ആണെങ്കിലും ഒന്നും പുള്ളിക്ക് ആകാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്ക് ക്യാബിനറ്റ് റാങ്ക് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിയമസഭയിൽ അവരെ ബ്ലോക്കിൽ പോയിട്ട് ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറാണെന്ന് പറഞ്ഞിരിക്കാം എന്നല്ലാതെ MLA എന്നുള്ള ബോർഡ് വെച്ചിട്ടുള്ള കാറിൽ മാത്രമേ ഈ പറഞ്ഞ രണ്ടുപേർക്കും യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് അടിവരയിട്ട് കൃത്യമായിട്ട് പിന്നെ എന്താ പറയുക, സ്റ്റാമ്പ് ചെയ്ത് പറയാൻ പറ്റും ആ കാര്യം വളരെ കൃത്യമായിട്ട്. പിന്നെ അവിടെ നിന്ന് ആരെ പരിഗണിക്കുന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസ്സിന് പരിഗണിക്കാൻ പറ്റുന്ന ആൾക്കാർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞു. പിന്നീടുള്ളത് രണ്ടാമതെന്നുള്ളത് ചാണ്ടി ഉമ്മനാണ്. അത് പിന്നെ ഓർത്തഡോക്സ് സഭയിൽ നിന്നും കൂടി ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ചാണ്ടി ഉമ്മൻ. ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ എന്തായാലും പരിഗണിക്കപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല. അപ്പോൾ ചാണ്ടി ഉമ്മൻ എന്തായാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്തേക്ക് ക്യാബിനറ്റിലേക്ക് പരിഗണിക്കപ്പെടും എന്നുള്ളത് സിദ്ദിഖിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ, വയനാട്ടിൽ. അപ്പം പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചാണ്ടി ഉമ്മനുമായിരിക്കും അവിടെ നിന്ന് വരാൻ പറ്റുന്ന മന്ത്രിമാർ. അതിന് പുറമെ കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെ ഈ ഒറ്റക്കക്ഷി നിന്ന് വരുന്ന ആൾ ജയിക്കുകയാണെങ്കിൽ അയാൾക്കുള്ള മന്ത്രിസ്ഥാനം തുലാസിൽ എന്നല്ല അത് ഇല്ല, നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുമ്പം ഇപ്പുറത്ത് വേറെ ഞാൻ പറഞ്ഞു അവിടുത്തെ മറ്റൊരു ഘടകകക്ഷിയുടെ നേതാവ് മന്ത്രിയാവാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആൾ, മന്ത്രിയാവാൻ അവരുടെ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറാവാൻ പോകുന്ന ആൾ മന്ത്രിയാവാതിരിക്കുമ്പം അവിടെ നിന്ന് ആ പാർട്ടിക്ക് പിന്നീട് വേറൊരാളെ ഉയർത്തി കാണിക്കാനില്ല. പിന്നീട് അവർക്ക് മന്ത്രിയാക്കാൻ പറ്റുന്ന ആളുള്ളത് തൊട്ടപ്പുറത്ത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്. ആ പാർട്ടിയിൽ നിന്ന് ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി ആ പാർട്ടിക്കുണ്ടാവും. പിന്നെ അവരെ ബാക്കി വല്ല ഡെപ്യൂട്ടി സ്പീക്കർ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ പുതുമുഖങ്ങൾക്ക് ഉൾക്കേണ്ടി വരും. അല്ലാതെ അവർക്ക് വേറെ പിന്നെ സീനിയർ ഒന്നുമില്ല. അപ്പോൾ ഈ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്ന ആളും പുതുമുഖം തന്നെയായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ ഇടുക്കി ജില്ലയിൽ നിന്നും വേറെ ആരെയും മന്ത്രിസ്ഥാനത്തേക്ക് കോൺഗ്രസിനും കൊണ്ടുവരാനില്ല എന്നുള്ളൊരു സ്ഥിതിയുണ്ട്. കാരണം കോൺഗ്രസിനിപ്പം മത്സരിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ അവരിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാലും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പറ്റുന്നവരായിട്ട് ആരും ഇല്ല എന്നുള്ള സ്ഥിതിയുണ്ട്. പിന്നെ നേരെ പത്തനംതിട്ട ജില്ലയിലോട്ട് പോയി കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ പിന്നെ പത്തനംതിട്ട ജില്ലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയ്ക്കകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ പഴകുളം മധുവിന് ജയിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷെ ജയിച്ചാൽ തരംഗമുണ്ടെങ്കിൽ മന്ത്രിയാവാനുള്ള സാധ്യത പിന്നെ ഒരു പിന്തുണയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഉറപ്പിക്കാൻ പറ്റത്തില്ല. സിബി ഈ പറഞ്ഞ കമ്മ്യൂണൽ ഇക്വേഷനൊക്കെ കൂടെ ശരിയാവണ്ടേ. കാരണം എല്ലാവരും കൂടെ പിടിച്ച് മന്ത്രിയാക്കാൻ പറ്റുമോ? മന്ത്രിമാർക്ക് നിശ്ചിത എണ്ണം ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുമ്പം പഴകുളം മധു മന്ത്രിയാവും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ പഴകുളം മധു ഇത്ര കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷം MLA ആയാൽ തന്നെ ഭാഗ്യമായിട്ട് തന്നെ കണക്കിലെടുക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചും അവിടെ റിങ്കു ചെറിയാന് സീറ്റ് കൊടുക്കാത്തതിലൊക്കെ പ്രതിഷേധമൊക്കെ ഉള്ളതാണ്. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്നത് പ്രമോദാണ്. അതിൻ്റെ ഒരു വിഷയം കൂടെ ഉണ്ട്. അപ്പം ജയിച്ചു കഴിഞ്ഞാൽ പ്രമോദിനെ അട്ടിമറിച്ച് ജയിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ ജയമൊന്നുമല്ല, അതിൽ സംശയമൊന്നുമില്ല. കാരണം പ്രമോദ് അത്രയും ജനകീയ അടിത്തറ അവിടെ ഉണ്ടാക്കി വെച്ചതാണ്. രാജു അബ്രഹാം കാലങ്ങളായിട്ട് പിന്നെ പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണ്. അവിടുന്ന് പിടിച്ചു വരുമ്പം പഴകുളം മധുവിന് ഒരു പരിഗണന ലഭിക്കാൻ സാധ്യതയുണ്ട്. മന്ത്രി വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ്.
പിന്നീട് അവിടെ നിന്ന് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പാമ്പിൻ വർക്കിയോ വരുന്ന മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടത്തില്ല എന്നുള്ള കാര്യത്തിൽ, കാരണം അവരെല്ലാം MLA മാരായിട്ട് ഇരിക്കേണ്ടി വരും. ഒരു ബാക്കിയുള്ളിടത്ത് നിന്ന് വരുന്നവരൊക്കെ MLA മാരായിട്ട് ഇരിക്കേണ്ടി വരും. ആരൊക്കെ ജയിച്ചാലും തോറ്റാലും അതേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ അടൂരിൽ നിന്ന് അവരിനിപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ തന്നെയും മന്ത്രിയാവാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ഞാൻ നേരത്തെ വിട്ടുപോയൊരു കാര്യമുണ്ട്. വണ്ടൂർ സീറ്റ് ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ളത് അറിയത്തില്ല. APL അനിൽകുമാർ മലപ്പുറം ജില്ല പറഞ്ഞപ്പോൾ APL അനിൽകുമാർ മന്ത്രിയാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കേസാണ്. പിന്നീട് അതേപോലെ തന്നെ എറണാകുളം ജില്ല പറയുമ്പം സജീന്ദ്രനെയും നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള പേരുകളിലൊന്നാണ്. പിന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പിന്നെ പറയാൻ മന്ത്രിസ്ഥാനത്തേക്ക് പറയാൻ പറ്റിയ ആളുകളില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അവിടെ മന്ത്രിസ്ഥാനത്തേക്ക്. മുന്നണി സംവിധാനത്തിനകത്തുമില്ല, കോൺഗ്രസിനകത്തുമില്ല എന്നുള്ളതുകൊണ്ട്. പിന്നീട് അവിടെ നിന്ന് നേരെ പിന്നെ പോയി കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് പിന്നെ രമേശ് ചെന്നിത്തല എന്തായാലും മന്ത്രിയാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അരൂരിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഷാനിമോൾ ഉസ്മാനും മന്ത്രിയാവും. പക്ഷേ ഷാനിമോൾ ഉസ്മാൻ മന്ത്രിയാകുകയാണെങ്കിൽ ഉമാ തോമസിന് മന്ത്രിയാവാൻ പറ്റില്ല. കാരണം കോൺഗ്രസിൽ നിന്ന് ഇപ്പം പിന്നെ വനിതകളായിട്ട് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്തേക്ക് UDF മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ പരിഗണിക്കപ്പെടാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ സീനിയോറിറ്റി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കൊല്ലത്തു നിന്നുള്ള മത്സരിച്ച ബിന്ദു കൃഷ്ണയും അരൂരിൽ നിന്നുള്ള ഷാനിമോൾ ഉസ്മാനും പിന്നെ ഉമാ തോമസുമാണ്. അതിൽ പ്രയോറിറ്റി ലഭിക്കുക ഉമാ തോമസിനോ ഷാനിമോൾ ഉസ്മാനോ ആണ്. അതിൽ ഒരാൾ പരിഗണിക്കപ്പെട്ട അടുത്ത ആൾ പരിഗണിക്കപ്പെടത്തില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, RMP മന്ത്രിസ്ഥാനം വേണ്ട എന്ന് വെച്ചിട്ട് KK രമ മന്ത്രിസ്ഥാനത്ത് വരുന്നില്ല എന്ന തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ ഇവരെ രണ്ടുപേരെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉമാ തോമസിനെയും ഷാനിമോൾ ഉസ്മാനെയും കൂടെ കൂട്ടിയിട്ട് 2 വനിതകൾ മന്ത്രിസഭയിൽ. കാരണം ഇപ്പോൾ 3 വനിതായി ഇടതുമുന്നണി വന്ന സ്ഥിതിക്ക് മന്ത്രിസഭയിൽ 2 വനിതകൾ എന്തായാലും ഇവർക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ത്രീകളോട് വിഭജനം കാണിച്ചു എന്നുള്ളത് പറയും. കാരണം 2016 മന്ത്രിസഭയിൽ തന്നെ പിണറായി സർക്കാർ 2 മന്ത്രിമാരെ ആക്കി. അത് കഴിഞ്ഞിട്ട് ഇത്തവണ അത് 3 മന്ത്രിമാരായി 2021. അപ്പോൾ അതിൽ നിന്ന് പിന്നെ കുറയ്ക്കാൻ പറ്റത്തില്ല ഇവർക്ക്. അങ്ങനെ ഒരു വിഷയമുണ്ട്. മറ്റേതെല്ലാ മന്ത്രിസഭയിലും ഒരൊറ്റ വനിതയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. 2011 മന്ത്രിസഭ വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിലുള്ള എല്ലാ മന്ത്രിസഭകളിലും ഒരു വനിത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് വേറെ ആരെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൊല്ലം ജില്ലയിലേക്ക് എത്തിക്കഴിയുമ്പോൾ കൊല്ലം ജില്ലയിൽ നിന്ന് നമ്മൾ പറഞ്ഞ മാതിരി പിന്നെ ബിന്ദു കൃഷ്ണ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ല. കാരണം ഷാനിമോൾ ഉസ്മാനും ഉമാ തോമസും ഒക്കെ വരുമ്പോൾ അവർക്ക് MLA ആയാൽ തന്നെ അവരെ ഏറ്റവും വലിയ ഭാഗ്യം ജീവിതത്തിലെ ഒരുപാട് കാലമായി കരഞ്ഞു പിടിച്ചൊക്കെ സീറ്റ് മേടിച്ചു. പാൽ സൊസൈറ്റി അടങ്ങി മത്സരിച്ചു തുടങ്ങിയിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലോട്ടൊക്കെ മത്സരിച്ച് തോറ്റതാണ്. ചാത്തന്നൂർ മത്സരിച്ച് തോറ്റാണൊക്കെയാണ്. അവിടെ കുണ്ടറ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് PC വിശ്വനാഥ് ജയിക്കുമ്പോൾ PC വിശ്വനാഥ് എന്തായാലും ക്യാബിനറ്റിലുണ്ടാവും. കരുനാഗപ്പള്ളിയിൽ നിന്ന് CR മഹേഷുള്ള മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ CR മഹേഷിനെയും മന്ത്രിസഭയിൽ എടുക്കേണ്ടി വരും എന്നുള്ള സ്ഥിതിയുണ്ട്. പക്ഷേ അവിടെ ബാക്കിയുള്ള മണ്ഡലങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളതൊരു പ്രശ്നമാണ്. ആയിഷ പൊറ്റി ഇന്നലെ വന്നതാണെങ്കിലും അതിനു മുമ്പ് 3 പ്രാവശ്യം നിയമസഭയിലിരുന്ന് ആയിഷ പൊറ്റി എങ്ങാനും കൊട്ടാരക്കരയിൽ ബാലഗോപാലിനെ അട്ടിമറിച്ച് വന്നാൽ അതിനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ. പിന്നെ ചാമക്കാലയ്ക്കൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. കാരണം പിന്നെ അവിടെ ഈ ക്യാബിനറ്റിൽ പോയിട്ട് പിന്നെ തെറി വിളിക്കാനും പറ്റത്തില്ല. ചാനൽ ചർച്ച പോലെയല്ല ക്യാബിനറ്റ് ബ്രീഫിംഗ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് നേരെ തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. കാരണം ബാക്കി ഇവിടുത്തെ ചടയമംഗലത്തോ ഇരവിപുരത്തോ പുനലൂരോ ഒന്നും നമുക്ക് മത്സരിച്ച് ഇനി ഇവർ പിടിച്ചെടുത്താൽ തന്നെ ഒന്നും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ പറ്റുന്ന ആളുകളല്ല വരുന്നതെന്നുള്ളൊരു സ്ഥിതിയുണ്ട്. ഇനിയിപ്പോൾ ചാത്തന്നൂരാണെങ്കിലും സൂരജ് രവി ആണെങ്കിലും മന്ത്രിയൊന്നും ആകാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വട്ടിയൂർക്കാവിൽ നിന്ന് മുരളീധരൻ ജയിച്ചു കഴിഞ്ഞാൽ മുരളീധരൻ മന്ത്രിയാണ്, ഒരു സംശയമില്ല. മുരളീധരൻ മന്ത്രിയാണ്. നേമത്ത് നിന്ന് ശബരി ജയിക്കുകയാണെങ്കിൽ ശബരിയെ മന്ത്രിയാക്കേണ്ടി വരും, ശബരിനാഥിനെ. കാരണം ശബരിനാഥ് പിന്നെ അരുവിക്കരയിൽ പിന്നെ 2 തവണ ജയിച്ചു, 1 തവണ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ കോർപ്പറേഷനിൽ പോയി മത്സരിച്ചു. ശരിക്കും അതായത് കളക്ടറെ പിടിച്ച് വില്ലേജ് ഓഫീസറാക്കുന്ന പോലെയാണ്. അങ്ങനെ മത്സരിച്ചു. അവർക്ക് എന്തായാലും കോർപ്പറേഷൻ കിട്ടത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട്, മേയർ ആവില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മത്സരിച്ചത്. പക്ഷേ അവരെ നില മെച്ചപ്പെടുത്തുന്നതിൽ ശബരിയുടെ സാന്നിധ്യം ഗുണം ചെയ്തു. അപ്പോൾ ശബരി ജയിക്കുകയാണെങ്കിൽ ശബരി മന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CP ജോൺ ജയിച്ചാൽ CP ജോൺ എന്തായാലും മന്ത്രിയാണ്. പക്ഷേ CP ജോണിന് ഏത് വകുപ്പ് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള വകുപ്പ് ധനകാര്യ വകുപ്പാണ്. പക്ഷേ KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ ധനകാര്യ വകുപ്പ് സതീഷിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ CP ജോണിന് കൊടുക്കണോ സതീഷിന് കൊടുക്കണോ എന്നുള്ള വലിയൊരു വിഷയമാവും. കാരണം മന്ത്രിസഭയിലെ ഈ പ്രോട്ടോക്കോൾ പ്രകാരം, അതായത് അത് അലിഖിതമായൊരു പ്രോട്ടോക്കോളാണ്. മന്ത്രിസഭയിലെ 2ാമൻ ആര് എന്നുള്ള ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അത് പലപ്പോഴും വ്യവസായ വകുപ്പ് മന്ത്രിമാരാണ് 2ാമനായിട്ടുള്ളത്. ശരിക്ക് ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ധനകാര്യ വകുപ്പ്, ആഭ്യന്തരം കഴിഞ്ഞാൽ പിന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് 2ാമൻ എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ പലപ്പോഴും അത് വ്യവസായ വകുപ്പ് മന്ത്രിയാണ് 2ാമൻ. EP ജയരാജനെ 2ാമനായിട്ട് കണക്ക് കൂട്ടിയിരുന്നു. കുഞ്ഞാലിക്കുട്ടി 2ാമനായിട്ടുണ്ടായിരുന്നു.
അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ സി പി ജോൺ വരികയാണെങ്കിൽ സി പി ജോണിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വകുപ്പ് അതാവുമ്പോഴും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കേണ്ടി വരും, ധനകാര്യ വകുപ്പ് വി ഡി സതീഷിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ സി പി ജോണിനെ പിന്നെ വേറെ ഏതെങ്കിലും പിന്നീട് അദ്ദേഹത്തെ ഗ്രാമവികസന വകുപ്പ് പോലെയുള്ള വകുപ്പുകളിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട, കാരണം പ്രത്യേകിച്ചും അദ്ദേഹം ജനകീയ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാനിംഗ് ബോർഡിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള പൊതുസ്ഥിതി. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മറ്റാരെയും പരിഗണിക്കാൻ പറ്റുന്നവരായിട്ട് ഇല്ല. പറയുമ്പോൾ മറ്റേ വർക്കലക്കാർ മത്സരിക്കുന്നുണ്ട്, കുറേ കാലം ഇതായിരുന്നാണ്. ശരത്ചന്ദ്രപ്രസാദ് മത്സരിക്കുന്നുണ്ട്, എസ് ശിവകുമാർ മത്സരിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു സ്ഥിതിയുണ്ട്. കാരണം ഇവരെ ഘടകകക്ഷികൾക്കുള്ള ഇതുമൊക്കെ കൂടെ വരുമ്പോൾ. അപ്പം എന്തായിരുന്നാലും ഇത്രയേ ഉള്ളൂ. സാധ്യതയുള്ള ഈ ലിസ്റ്റിനകത്ത് നിന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ UDF വന്നാൽ എന്തായാലും മന്ത്രിയാവും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമായിരുന്ന ഒരു ഏകാംഗ ഘടകകക്ഷിയുടെ പ്രതിനിധിയും അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പിന്നെ മൂന്നാമത്തെ ഘടകകക്ഷിയുടെ പ്രതിനിധിയും അവരുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറാകാൻ പോകുന്ന ആളും മന്ത്രിസഭയിൽ ഉണ്ടാവില്ല എന്ന് ഈ നിമിഷത്തിൽ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും.